ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധാരാളം ഗുണങ്ങൾ അടങ്ങിയ വളരെ സ്വാദിഷ്ടമായ ഈസിയായി തയ്യാറാക്കാവുന്ന ഇടിച്ചക്ക കൊണ്ടുള്ള പച്ചത്തീയലിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. പച്ചത്തീയലിന് വേണ്ടി ഞാൻ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. ചക്ക ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തു. അരമുറി തേങ്ങ ചിരകിയത്, 20ഓളം ചെറിയ ഉള്ളി, 2 മുരിങ്ങയ്ക്ക കട്ട് ചെയ്തത്, ഒരു നെല്ലിക്ക വലുപ്പത്തിന് എടുത്ത പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്തത് എന്നിവയാണ് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി 1/2 ഗ്ലാസ് സാമ്പാർ പരിപ്പ് എടുത്തു. നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ പരിപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1/4 സ്പൂൺ എണ്ണയും ചേർത്ത് മൂടി വെച്ച് 2 മിനിറ്റ് തിളപ്പിക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ സമയം നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. ഒരു ജാറിൽ തേങ്ങയും, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ സാദാ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ജീരകം, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. എണ്ണ ഒഴിച്ച് 2 മിനിറ്റ് വേവിച്ചതിനാൽ ഈ സമയം കൊണ്ട് പരിപ്പ് പകുതി വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കട്ട് ചെയ്തെടുത്ത ചക്ക, ചെറിയ ഉള്ളി, മുരിങ്ങയ്ക്ക, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് 5 മിനിറ്റ് കൂടെ വേവിക്കാം. ഇപ്പോൾ പരിപ്പും കഷ്ണങ്ങളും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ചെടുത്ത അരപ്പ് ചേർക്കാം. പുളിവെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം 1 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അധികം തിളപ്പിക്കരുത്. നമ്മുടെ ഇടിച്ചക്ക കൊണ്ടുള്ള പച്ചത്തീയൽ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം. ഈ സമയം താളിക്കാനുള്ളത് റെഡിയാക്കാം. ഒരു പാനിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1/2 സ്പൂൺ കടുക്, കട്ട് ചെയ്ത ചെറിയ ഉള്ളി, 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എന്നിവയിട്ട് മൂപ്പിക്കുക. അതിലേക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ കാശ്മീരി ചില്ലി എന്നിവ കൂടി ആഡ് ചെയ്ത് ചൂടാക്കി കടുക് താളിച്ചത് കറിയിലേക്ക് ഒഴിക്കാം. സൂപ്പർ ടേസ്റ്റിയായ ഇടിച്ചക്ക കൊണ്ടുള്ള പച്ചത്തീയൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇത് ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമന്റ് എന്നിവ ചെയ്യണേ. സ്വാദിഷ്ടമായ പുതിയൊരു വിഭവമായി വരുന്നതുവരെ ഗുഡ് ബൈ.